പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് കൈമാറി. എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണമെന്ന് ഹൈക്കോടതി. കാലതാമസമുണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ല. CBI അന്വേഷണം വൈകുന്നതിൽ ആരാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചു. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, എന്തൊക്കെയാണ് ഹൈക്കോടതി പറയുന്നത്? പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാർച്ച് 9-ന് ഈ അന്വേഷണം CBIക്ക് കൈമാറി വിജ്ഞാപനം ഇറക്കിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ CBIക്ക് അതിന്റെ അന്വേഷണത്തിലുള്ള നിർദ്ദേശം ഇതുവരെ നൽകിയിരുന്നില്ല. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറി എത്രയും വേഗം വിജ്ഞാപനം ഇറക്കണം എന്നതാണ് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. മാത്രമല്ല, നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നാലേ അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുമെന്നായിരുന്നു CBIയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വിശദീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച നിർദ്ദേശം വിജ്ഞാപനം എത്രയും വേഗം ഇറക്കണമെന്നും അത് CBIക്ക് അന്വേഷണത്തിലുള്ള നിർദ്ദേശം നൽകണം എന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഹൈക്കോടതിക്ക് നൽകണം എന്ന കാര്യവും ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. CBI അന്വേഷണം വൈകുന്നതിൽ ആരാണ് ഉത്തരവാദി എന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. അന്വേഷണം നിരസിക്കാൻ CBIക്ക് അധികാരമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം കാലതാമസം അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. അത് ഇരയ്ക്ക് നീതി കിട്ടാൻ വൈകും, സിദ്ധാർത്ഥന്റെ അച്ഛനും അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും നീതി കിട്ടാൻ വൈകുമെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കാലതാമസം ഉണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടിയെന്ന് വരില്ല. ക്ലറിക്കൽ നടപടികൾ, സാങ്കേതികമായ നടപടികൾ മാത്രമാണല്ലോ ബാക്കിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നേരത്തെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഇതിന്റെ ബാക്കി രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടില്ല, അതുകൊണ്ടാണ് CBI അന്വേഷണം വൈകുന്നത് എന്നായിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇതിൽ പറഞ്ഞത് ഇത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണല്ലോ, അത് അന്വേഷണം ഏറ്റെടുക്കാൻ ഉള്ള തടസ്സമല്ലല്ലോ എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇത് അന്വേഷണം ഏറ്റെടുക്കാനുള്ള തടസ്സമാണോ എന്നാണ് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ വിജ്ഞാപനം ഹാജരാക്കാൻ CBIക്ക് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. കേസിൽ CBI അടിയന്തരമായ അന്വേഷണം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള സിദ്ധാർത്ഥന്റെ അച്ഛൻ T ജയപ്രകാശിന്റെ ഹർജി ഈ മാസം 9-ന് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി മാറ്റുകയും ചെയ്തു. ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നു. അക്കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു എങ്കിൽ തന്നെയും ചില കടലാസുകൾ എത്തിക്കാൻ വൈകി എന്നുള്ളത് നമ്മൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളും ഉണ്ടായിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് ഇനി അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛന് ഹർജിയിൽ ആവശ്യമുണ്ടോ? സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മാർച്ച് 9-നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുന്നത്. അന്ന് തന്നെ ഈ കേസിൽ സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള വിജ്ഞാപനവും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ പോലീസ് വൈകി. തുടർന്ന് പോലീസ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും എടുത്തു. ഇക്കാര്യം സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ പ്രോസിക്യൂട്ടർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ മറ്റ് ചില കാര്യങ്ങൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ നേരത്തെ ഇതിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച്, അതായത് CBIക്ക് കൈമാറിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയെ കണ്ടിരുന്നു. പക്ഷേ അണ്ടർ സെക്രട്ടറി നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ, അതായത് ഫയലുകൾ പലതും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, മറ്റൊരു ഭാഷയിലേക്ക് മാറ്റി വേണം കേന്ദ്ര സർക്കാരിന് നൽകാൻ. അങ്ങനെ നൽകുന്നതിൽ ചില കാലതാമസമുണ്ട്. 2 മാസമെങ്കിലും സമയമെടുക്കുമെന്ന കാര്യമായിരുന്നു അണ്ടർ സെക്രട്ടറി അറിയിച്ചത്. ഇത് നിഷേധാത്മകമായ നിലപാടാണ് എന്നായിരുന്നു ഈ ഹർജിയിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. പക്ഷെ അത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ